അല്ലാഹുവിൽ നിന്ന് നമ്മളെ അകറ്റുന്ന ഏറ്റവും വലിയ ശത്രു ലാ തഅബുദു ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. പിശാചിനെ തിരിച്ചറിയണം. മുഹയ്യദ്ദീൻ ശൈഖിന്റെ മാത്തന്താ, ഇബ്ലീസ് അവരെ ചതിപ്പാനായി വന്നാരെ ഇബ്ലീസെ ചാച്ചി കിടത്തി അയച്ചോവർ. പിശാചിന്റെ അടിമകളാവരുത്. എന്റെ വാള് കേൾക്കുന്ന ഉമ്മമാർക്ക് വേണ്ടി ഒറ്റ വാക്ക് പറയുന്നു, നിങ്ങളാണ് വീടിന്റെ നായികമാര്, വീടിന്റെ കാവൽക്കാര്, വീട് ഭരിക്കേണ്ടവര്, വീട് സ്വർഗമാക്കേണ്ടവര് നിങ്ങളാണ്. വീടിന്റെ അകത്തളം അല്ലാഹുവിന്റെ വീടാവണം. അല്ലാഹുവിന്റെ വീടിന് പകരം ശൈത്വാനിന്റെ വീടായിട്ട് മാറിയാൽ ആ വീട്ടിൽ നിന്ന് വളർന്നു വരുന്ന മക്കളിൽ ലഹരിയുടെ അടിമകളാകും. ആ വീട്ടിൽ നിന്ന് വളരുന്ന മക്കൾക്ക് തലവയിൽ തട്ടമിടാനുള്ള താല്പര്യമുണ്ടാവില്ല. ആ വീട്ടിലെ മക്കൾക്ക് ദിക്റിനോടും സ്വലാത്തിനോടും ഒരു താല്പര്യവും ഉണ്ടാവില്ല. അതുകൊണ്ട് വീട് എപ്പോഴും ശൈത്വാനിന് അവസരമില്ലാത്ത വീടാവണം. എങ്ങനെയൊക്കെ ശൈത്താൻ അവസരം ഉണ്ടാവല് പറയാൻ സമയമില്ല. ഒന്ന്, മഗ്രിബിന്റെ സമയത്ത് വീടിന്റെ വാതിലുകൾ അടക്കണം. വീടിന്റെ വാതിലടക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, മഗ്രിബിന്റെ സമയത്ത് വീടിന്റെ വാതിലടച്ചിട്ട് ബിസ്മി ചൊല്ലിയാൽ ശൈത്വാൻ ഉറക്കെ വിളിച്ചു പറയും, ലാ മബീത ലനാ വലാ അശാ, ഇന്ന് നമ്മൾക്ക് ഇവിടെ താമസമില്ല, ഭക്ഷണവുമില്ല. വീടിന്റെ വാതിലും മഗ്രിബിന്റെ സമയത്ത് അടക്കുന്നത് ശൈത്വാനിൽ നിന്നുള്ള രക്ഷക്കുള്ള ഒരു പരിഹാരമാണ്. രണ്ടാമതായിട്ട്, വീട്ടിലെ ബാത്റൂമുകൾ, ടോയ്ലറ്റുകൾ പിശാചിന്റെ കേന്ദ്രങ്ങളാണ്. ആ പിശാചിന്റെ കേന്ദ്രങ്ങളിൽ കൂടുതൽ സമയം പോയിട്ട് ഇരിക്കുന്ന സ്വഭാവം മക്കളിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള മക്കൾ പിശാചിന്റെ അടിമകളാകും. അതുപോലെ പ്രായമുള്ളവരും അങ്ങനെ ബാത്റൂം, ടോയ്ലറ്റിൽ കുറെ സമയം ചെലവഴിച്ചുകൂടാ.